അഭിനയിച്ചത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അങ്ങനെ തോന്നിയോ? തോന്നി. അപ്പൊ അതാണ് എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യുന്ന കുറച്ചൊരു സീരിയസ് ക്യാരക്ടേഴ്സ് മാറിയിട്ട് ഭയങ്കര കൂളായിട്ട് ഭയങ്കര പിന്നെ ഒരു ഹ്യൂമൻ സബ്ജക്റ്റ് ആണ്. അപ്പൊ അതെനിക്ക് കുറച്ചൊരു ഇങ്ങനെ വരും. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അസപ്നം ഭയങ്കര ഹാപ്പിയാണ്. എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. കാരണം ഫാമിലി ആയിട്ടാണ് വന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓൾറെഡി എന്റെ അച്ഛമ്മയുടെ റിവ്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞു. എന്നെ പറ്റി ഒന്നും പറഞ്ഞില്ലേ അച്ഛമ്മ? കൊള്ളാലോ. ഉർവശി ചേച്ചിയല്ലേ? ഉർവശി ചേച്ചിയുടെ ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ചേച്ചി കരയുന്നൊക്കെ സീനില് മാറിയിരുന്ന ചേച്ചിനെ നോക്കി ഞാൻ മാറിയിരുന്ന കരയുന്നുണ്ടായിരുന്നു. അപ്പൊ അത്രയും നമുക്ക് അത്രയും ഉള്ളിലേക്ക് വിഷമം തോന്നുന്ന രീതിയിലായിരുന്നു ചേച്ചിയുടെ. അപ്പം കൂടെ അഭിനയിക്കുന്നതാണെങ്കിലൊക്കെ ചേച്ചി ഇപ്പം ഡയറക്ടർ തന്ന സീൻ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എല്ലാം കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞു എന്ന് വെച്ചിട്ടിരിക്കുമ്പോ ചേച്ചി പെട്ടെന്ന് തിരിഞ്ഞു വന്നിട്ട് സുന്ദരമായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ചേച്ചി കൈന്നെടുത്തിട്ടതാ. അപ്പൊ അതൊക്കെ എന്താ പറയാ, എനിക്ക് ഭയങ്കര ഒരു നമുക്ക് ചേച്ചി അഭിനയിക്കുന്ന സമയത്ത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് എനിക്ക് ഉള്ളിൽ നിന്ന് തന്നെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് ഈസി ആയിരുന്നു. പിന്നെ ഹ്യൂമറൊക്കെ പിന്നെ ഉർവശി ചേച്ചിയുടെ എക്സ്പ്രഷൻസ് ഒക്കെ അറിയാമല്ലോ. ചില ഡയലോഗ്സ് ആണെങ്കിലും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ചെറിയ കാര്യമായിരിക്കും, പക്ഷെ നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൂ. ഇതിനകത്ത് തന്നെ ചേച്ചി എന്ത് ക്യൂട്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ മുകേഷ് ഏട്ടൻ, നമുക്കൊരു നമ്മുടെ പണ്ടത്തെ ഒരു മുകേഷ് ഏട്ടന്റെ ഒരു ഹ്യൂമർ കാര്യങ്ങൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റും. തോമസ് വിട്ടു 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 ആക്ഷേപഹാസ്യം മാത്രമല്ല സിനിമ. എനിക്ക് മനസ്സിലായില്ല. ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ, അതായത് ആർക്കും ഒരു വേദന ഭയങ്കര ഒരു തമാശ രൂപേണ എന്നാൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നേയുണ്ട്. അങ്ങനെ ഒരു സിനിമയാണ്. എന്നാൽ ആരും വേദനിപ്പിക്കുന്നുമില്ല. നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണിത്. അപ്പം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഫാമിലിയുടെ ഒരു ഇമ്പോർട്ടൻസും കൂടെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഫാമിലി മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പിന്റെ ഇമ്പോർട്ടൻസ്, ഫാമിലിയുടെ ഇമ്പോർട്ടൻസ്, ഇതെല്ലാം കൃത്യമായിട്ട് തൊട്ടു പോകുന്ന ഒരു സിനിമയാണത്. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അടുത്തുള്ള ആൾക്കാരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചില ഭാഗങ്ങളിലൊക്കെ അവരിരുന്ന് പൊട്ടിച്ചിരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കുള്ളിൽ ഭയങ്കര ഒരു സന്തോഷം, നോക്കി വർക്കാവുന്നുണ്ട് എന്നൊരു തോന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, കേൾക്കണില്ല. ഇങ്ങനത്തുള്ള സിനിമകൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നില്ലേ? ദുർഗയുടെ ഭാഗത്തുനിന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഉടൽ പോലത്തുള്ള സിനിമകൾ കണ്ടാണ്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിനിമ തിയേറ്ററിൽ ആൾക്കാർ വന്ന് കാണുന്നത്? എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിനിമ കാണണം? അല്ല, ഇത് ഒരിക്കലും ഉടൽ പോലൊരു സിനിമയേ അല്ല ഇത്. അപ്പം ഉടൽ ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് കൂടുതലും ഒരു ഹ്യൂമർ കാര്യത്തിലേക്ക് വരുന്നത്. അപ്പം ഞാനും ഇതുവരെ ഒരു ഹ്യൂമർ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കും അങ്ങനെ ഒരു സാധനം ട്രൈ ചെയ്യണം എന്നൊരു ഒരു ആർട്ടിസ്റ്റ്, കലാകാരി എന്ന നിലയിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ഈ സിനിമ കാണണം എന്ന് പറയുവാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഈ ഭയങ്കര ഒരു സീരിയസ് സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു ത്രില്ലർ മൂവിയിൽ നിന്നൊക്കെ വിട്ട് നിന്ന് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഈ മൂവി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. അതുപോലെ തന്നെ ചിന്തിപ്പിക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ തൊട്ട് പോകുന്നുണ്ട്. അപ്പം ചിന്തിപ്പിക്കാനും പിന്നെ ഈ പറയുന്ന പോലെ റിലാക്സ്ഡ് ആവാനും. ഭയങ്കര മസിൽ പിടിച്ചിരുന്നു ഭയങ്കര സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു സിനിമയായിരുന്നു. ഇതൊരു ചെറിയ പടമാണ്, പക്ഷെ നമുക്ക് ഇരുന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് കൂളായിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒരു സിനിമയാണത്. ഉർവശി മാഡം തകർത്തുണ്ട്. മലയാളം സിനിമയുടെ ലേറ്റസ്റ്റ് ആക്ട്രസ് ആണ് ഉർവശി മാഡം. മറ്റേ നമ്മുടെ മഞ്ജു വാര്യരാണ്. പക്ഷെ മഞ്ജു വാര്യനെക്കാട്ടും കോമഡി ചെയ്യണം ഉർവശി മാഡമാണ്. ഇതിൽ ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡിയാണ്. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കാണ് ധ്യാനും ദുർഗയിൽ വരുന്ന. ദുർഗ കുറേ നാളായി ഒരു സിനിമ കണ്ടിട്ട്. ഞാൻ ത്രൂ ഔട്ടുള്ള മുകേഷ് ചേട്ടനാണ് ഒരു ബ്രാഹ്മണായിട്ട്, കൺസർവേറ്റീവ് ബ്രാഹ്മണായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഷൈനെല്ലാം അവസാനം വരുന്നത് നല്ലൊരു എൻ്റർടൈനറാണ്, ഫാമിലി എൻ്റർടൈനറാണ്. ഫസ്റ്റ് കോമഡി, സെൻറ്റിമെൻ്റൽ, ഫാമിലി എൻ്റർടൈനർ. വൾഗാരിറ്റി അങ്ങനെയൊന്നുമില്ല, ഫാമിലിയായിട്ട് കാണാം. പിന്നെ കോമഡി നിലവാരം കുറച്ചുകൂടി കൂട്ടാമായിരുന്നു. സെക്കൻഡ് ഹാഫിനെക്കാട് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫാണ്. പിന്നെ വലിയൊരു താരനിരയാണ്, ഒരുപാട് പേരുണ്ട്, അനലിസ്റ്റ് ഒരുപാട് പേരുണ്ട്. അവിടെ കണ്ടിരിക്കാം.
രാഷ്ട്രീയമാണ് ബ്രാഹ്മണിസം, അതാണ് റിലീജിയനാ കൂടുതൽ കാണിക്കുന്നത്. അത് BJP ആയിട്ടുള്ള ലിങ്ക് ചെയ്യാൻ പറ്റും അറിയില്ല. പക്ഷെ കണ്ടിരിക്കാൻ പറ്റും, കുറച്ചുകൂടെ നിലവാരം കൂട്ടായ. പക്ഷേ ഇല്ലെങ്കിൽ നല്ലൊരു എന്റർടൈനർ ആണ്. ഒരു ആവറേജ് ഒരു അബോ ആവറേജ് മൂവി, ആവറേജ് അബോ ആവറേജ്. ഈ ഷൈൻ്റെ ക്യാരക്ടർ ഷൈൻ അവസാനം വരുന്ന, ഷൈൻ ആണ് ചെയ്തിട്ടുണ്ട്, അവസാനം നന്നായിട്ട് വരുന്ന. സെക്കൻഡ് ഹാഫിൽ മൂന്ന് യങ്സ്റ്റേഴ്സാണ്, ഫസ്റ്റ് ഹാഫിലാണ് സീനിയർ ആൾക്കാർ, മണിമൽ രാജു, മുകേഷ് ത്രൂ ഔട്ട് ഉണ്ട്. ഉർവശി മാഡം മെയിൻലി ഫസ്റ്റ് ഹാഫിലാണ് കോമഡി അന്നേ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട്, എല്ലാവരുടെ പേരും ഓർമ്മയില്ല. മുകേഷിന്റെ ഇത്രയും സിനിമകൾ സെലക്ട് ചെയ്തത് കാരണം മുകേഷിന്റെ ഇപ്പോൾ ഫിലിപ്സ് ആണ് പടം, പുള്ളി ഇപ്പം നല്ല റോൾസാണ് ചെയ്യുന്നത്. ഇതിൽ ത്രൂ ഔട്ട് ഉണ്ട്. കൺസർവേറ്റീവ് ബ്രാഹ്മണായിട്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, യാഥാസ്ഥിക ബ്രാഹ്മണായിട്ട്. പടം ഭയങ്കര അങ്ങേറ്റം പ്രതീക്ഷിക്കേണ്ട, ഒന്ന് കണ്ടിരിക്കുക, ടൈം പാസ് രസമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഹാഫ് ഒക്കെ കോമഡിയും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മറ്റേ മുകേഷ്, അവരെ ഉർവശി, സീനിയേഴ്സ് ആക്ടേഴ്സ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അഭിനയിച്ച എല്ലാവരും ഒന്നിനൊന്ന് മെച്ചാണ്. അതൊരു ഫാമിലി എന്റർടൈനർ ആയിട്ട് നമുക്ക് കാണാം. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല രസമായിട്ട് കോമഡി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ക്ലൈമാക്സ് ആയപ്പോൾ ഒരു മെസ്സേജ് പോലത്തെ ഒരു സംഭവം കൊണ്ടുവന്നുണ്ട്, ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. എന്തായാലും അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും തിയേറ്റർ വാച്ചബിളാണ്. ഏറ്റെടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. കുടുംബ പ്രേക്ഷകരിലെ പിന്നെ ഫോക്കസ് ചെയ്താണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഷൈൻ്റെ ക്യാരക്ടർ എല്ലാവരും ചർച്ച ചെയ്യുന്നതാണ് പല സിനിമകളിലും ആ. ഈ സിനിമകളിലേക്ക് എന്ത് ചേഞ്ച് ആണ് സാർ? നിങ്ങൾ സിനിമ കണ്ടതല്ലേ? ഷൈൻ ടോം ചാക്കോ ഈ അടുത്ത കാലത്ത് ചെയ്തതിൽ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എൻ്റെ താരങ്ങൾ, എൻ്റെ കൂടെ സഹകരിച്ച എല്ലാ താരങ്ങളും വളരെ മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. അതിലൊരു സംവിധായകൻ എന്ന നിലയിൽ ഞാൻ വളരെ സന്തോഷമാണ്. ഈ സിനിമയിൽ ഒരു രാഷ്ട്രീയം പറയുന്നത് തോന്നിയിട്ടുണ്ട്. രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. സ്വാഭാവികമായിട്ടും വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിക്കുക തന്നെ ചെയ്യണമല്ലോ. ആ വിമർശനങ്ങളെ നമ്മൾ നർമ്മത്തിന്റെ മേമ്പൊടിയോടെ പറഞ്ഞിരിക്കുന്നല്ലാതെ വ്യക്തമായ രാഷ്ട്രീയത്തിൽ ആരെയും ഇൻസൾട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല.